നാളെയാണ് സമാധാന കരാറിൽ ഇറാനും അമേരിക്കയും ഒപ്പുവെക്കുന്നത്. ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഭിന്നത വീണ്ടും രൂക്ഷമാവുകയാണ്. ഇരു നേതാക്കളും തമ്മിൽ വലിയ രീതിയിലുള്ള അതൃപ്തികൾ രേഖപ്പെടുത്തുന്നു, വലിയൊരു ഭിന്നതയിലേക്ക് പോകുന്നു. അങ്ങനെ വലിയ പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ കരാറിൽ ഒപ്പുവെച്ച് സമാധാനം വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെ. പക്ഷേ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇസ്രയേൽ രംഗത്തെത്തുമ്പോൾ വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ട്രംപ് നേരിടുന്നത്. എന്തായാലും ഇനി ആക്രമണം ലെബനാനിലേക്ക് ഇസ്രയേൽ നടത്തി കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും പറയുന്നു. അങ്ങനെ യുദ്ധം ഒരു സമാധാനത്തിലേക്ക് കടക്കുമോ ഇല്ലയോ എന്നുള്ളത് വളരെ നിർണായകമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലെബനാനിലെ ജനവാസ മേഖലകളിൽ ഇസ്രയേൽ നടത്തുന്ന ബോംബാക്രമണങ്ങൾക്കെതിരെ കടുത്ത അതൃപ്തിയുമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ട്രംപ് പരസ്യമായിട്ടുള്ള ഈ ഒരു മുന്നറിയിപ്പ് നൽകിയത്. US-ഉം ഇറാനും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒപ്പുവെക്കാനിരിക്കുന്ന ചരിത്രപരമായിട്ടുള്ള സമാധാന കരാറിനെ ഇസ്രയേലിന്റെ ഈ ഒരു അനാവശ്യ സൈനിക നീക്കങ്ങൾ ദോഷകരമായിട്ട് ബാധിക്കുമെന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ ഒരു ശക്തമായിട്ടുള്ള ഇടപെടൽ. ഒരു ഹിസ്ബുള്ള നേതാവിനെ ലക്ഷ്യമിട്ട് വലിയ കെട്ടിട സമുച്ചയങ്ങൾ തകർക്കുന്ന രീതി അംഗീകരിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിയ ട്രംപ് അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രയേലിന് നിലനിൽപ്പില്ല എന്ന കാര്യം നെതന്യാഹുവിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ലെബനാനിലെ ഇസ്രയേൽ അധിനിവേശം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാതെ സമാധാന കരാറുമായിട്ട് മുന്നോട്ട് പോകില്ല എന്ന് ഇറാനും വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രയേൽ ആക്രമണം തുടർന്നാൽ മറ്റന്നാൾ ജനീവയിൽ വെച്ച് ഒപ്പുവെക്കാനിരുന്ന US ഇറാൻ സമാധാന ഉടമ്പടിയിൽ നിന്ന് പിന്മാറുമെന്നാണ് ഇപ്പോൾ IRGC മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്. ആകെ മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ട്രംപ് എത്തി നിൽക്കുന്നത്. കാരണം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു. അമേരിക്കയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഒരു ഭാഗത്ത് ഇസ്രയേലിന്റെ വലിയ രീതിയിലുള്ള ആക്രമണം, മറുഭാഗത്ത് ഇറാൻ ഒപ്പുവെക്കാതെ പിന്മാറുമോ എന്നുള്ള ഭയവും കൂടി. കാരണം ഈ യുദ്ധം ഫെബ്രുവരി 28-ന് തുടങ്ങിയപ്പോൾ ഇത്തരം ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഇറാനെ എങ്ങനെയെങ്കിലും പിടിച്ചടക്കുക മാത്രമായിരുന്നു അമേരിക്കയുടെ ചിന്ത. പക്ഷെ യുദ്ധം നീണ്ടുപോയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, യുദ്ധത്തിൽ പരാജയപ്പെടുകയല്ലാതെ അല്ലെങ്കിൽ അടിയറവ് പറയുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് മനസ്സിലായതോടെയാണ് ഇറാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അമേരിക്ക രംഗത്തെത്തിയത്. ഇപ്പോൾ ആ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇറാന്റെ ഭാഗത്ത് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വീണ്ടും ലെബനാനിലേക്ക് ആക്രമണം നടത്തുന്നത്. അമേരിക്കയുമായിട്ടുള്ള കരാർ ചർച്ചകൾക്കിടയിലും ഇസ്രയേൽ ലെബനാനിൽ വെടിനിർത്തൽ ലംഘിച്ച ആക്രമണം തുടർന്നാൽ കടുത്ത തിരിച്ചടി നൽകുമെന്ന് IRGC വ്യക്തമാക്കിയതോടെ മേഖല ഇപ്പോഴും ജാഗ്രതയിലാണ്. ലെബനാനിലെ ജനവാസ മേഖലകളിലും അപ്പാർട്ട്മെന്റുകളിലും ഇസ്രയേൽ നടത്തുന്ന ബോംബാക്രമണങ്ങളെ ട്രംപ് വലിയ രീതിയിൽ തന്നെ അപലപിച്ച് രംഗത്തെത്തുന്നുണ്ട്. ഒരു ഹിസ്ബുള്ള നേതാവിനെ തിരയാൻ വേണ്ടി ഓരോ തവണയും വലിയ കെട്ടിട സമുച്ചയങ്ങൾ തകർക്കുന്ന രീതി ശരിയല്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് തനിക്ക് നല്ല വ്യക്തിബന്ധമുണ്ടെന്ന് വ്യക്തമാക്കിയ ട്രംപ് എന്നാൽ ലെബനൻ വിഷയത്തിൽ നെതന്യാഹു കുറച്ചുകൂടി ഉത്തരവാദിത്തോടെ പെരുമാറണമെന്നാണ് പരസ്യമായിട്ട് ആവശ്യപ്പെട്ടത്. അമേരിക്കയുടെ ശക്തമായ പിന്തുണയില്ലാതെ ഇസ്രയേലിന് നിലനിൽപ്പില്ല എന്ന് ട്രംപ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. US-ന്റെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കരുത് എന്നുള്ള മുന്നറിയിപ്പും കൂടി നൽകുകയാണ്. ഹിസ്ബുള്ളയെ നേരിടാൻ ഇസ്രയേൽ ലെബനാനിൽ നേരിട്ട് ആക്രമണം നടത്തുന്നതിനേക്കാൾ നല്ലത് ആ ദൗത്യം സിറിയൻ ഭരണകൂടത്തെ ഏൽപ്പിക്കുന്നതാണെന്ന വ്യത്യസ്തമായൊരു നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് തനിക്ക് നല്ല വ്യക്തിബന്ധമുണ്ട് എന്ന് വ്യക്തമാക്കിയ ട്രംപാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. എന്തായാലും കുറച്ചുകൂടി ഉത്തരവാദിത്തോടെ പെരുമാറിയില്ല എങ്കിൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയും ഇസ്രയേലും തമ്മിൽ വലിയൊരു ഭിന്നത ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള താൽക്കാലിക ധാരണാപത്രം ഒപ്പുവെക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇസ്രയേൽ ബെറൂട്ടിൽ വ്യോമാക്രമണം നടത്തിയത്. ഇത് വലിയ സമാധാന ശ്രമങ്ങളെ ബാധിക്കുന്നു എന്നാണ് ട്രംപ് കരുതുന്നത്. മേഖലയിലെ ഒരു സുപ്രധാന നീക്കങ്ങളെ തകർക്കാൻ മാത്രമേ ഇസ്രയേലിന്റെ അനാവശ്യ സൈനിക നടപടി ഉപകരിക്കൂ എന്നുള്ള കാര്യം എടുത്തെടുത്ത് ട്രംപ് പറയുകയും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിക്കുകയും ചെയ്തു. ഇത്രയും നല്ലൊരു അവസരം നമ്മൾ കളഞ്ഞു കുളിക്കരുത് എന്നാണ്
ട്രംപ് ആവശ്യപ്പെടുന്നത്. ഹിസ്ബുള്ളയെ നേരിടാൻ ഇസ്രായേൽ ലബനാനിൽ നേരിട്ട് ആക്രമണം നടത്തുന്നതിനേക്കാൾ നല്ലത് ഒരു സിറിയത്തെ അല്ലെങ്കിൽ സിറിയൻ ഭരണകൂടത്തെ ഇത് ഏൽപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അത് മറ്റൊരു രീതിയിലേക്കും ചർച്ചയാകുന്നുണ്ട്. കാരണം യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇപ്പോൾ ഏറ്റവും വലിയ അത്യാവശ്യമായിരിക്കുന്നത് അമേരിക്കയുടെയാണ്. അമേരിക്ക മറ്റൊരു രീതിയിലേക്ക് ചിന്തിക്കുന്നതിന് ഉള്ള കാരണം കൂടി ഇപ്പോൾ വളരെ വ്യക്തമാണ്. കാരണം ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഈ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകും അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ട്രംപിന് അറിയാം. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. പക്ഷേ അനുനയിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴും ഇസ്രായേൽ അതിന് തയ്യാറാകാത്തത് കൊണ്ട് തന്നെ വീണ്ടും വലിയ പ്രശ്നത്തിലേക്ക് പോകുമോ എന്നുള്ള ഭയം ഇപ്പോൾ ട്രംപിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള താൽക്കാലിക ധാരണാപത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ബെറൂട്ടിൽ ആക്രമണം നടത്തിയത്. പക്ഷേ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാതെ പിന്മാറുമെന്ന് ഇറാൻ എടുത്ത നടപടിയാണ്. കാരണം ഈ ലബനാനിലേക്ക് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ, അതായത് മണിക്കൂറുകൾ മാത്രം ഉള്ള ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നതിന് പകരം അതിൽ നിന്ന് പിന്മാറുമെന്ന് IRGC വ്യക്തമാക്കിയതോടെ ട്രംപിന്റെ പ്ലാനുകളെല്ലാം തകിടം പറഞ്ഞിരിക്കുകയാണ്. ട്രംപ് വലിയ രീതിയിലുള്ള ഒരു സമാധാന കരാർ കൊണ്ടുവന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ ഇസ്രായേൽ മറുവശത്ത് ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കാരണം ഈ യുദ്ധത്തിന്റെ അല്ലെങ്കിൽ സമാധാന കരാറിൽ ഒപ്പുവെക്കുന്നത് ഇപ്പോൾ വളരെയധികം ഒരു പ്രയാസകരമായിട്ടുള്ള കാര്യമായിട്ട് മാറുന്നു. ഇത് മിഡിൽ ഈസ്റ്റിനെയും ഭീതിപ്പെടുത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ US-ഉം ഇറാനും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് ഈ ഒരു ചരിത്രപരമായിട്ടുള്ള സമഗ്ര സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നത്. ഈ സമാധാന കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇറാന് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന കടുത്ത എണ്ണ ഉപരോധങ്ങൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാനാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെയാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ IRGC പറഞ്ഞ വ്യക്തമായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ ട്രംപിനെ വീണ്ടും കുടുക്കിയിരിക്കുന്നത്. അതായത് ഈ യുദ്ധം ഇസ്രായേൽ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ കരാറിൽ നിന്ന് പിന്മാറുമെന്നുള്ള കാര്യം ഇപ്പോൾ ഒന്നുകൂടി ഈ ട്രംപിനെയും അതേപോലെ തന്നെ ലോകത്തെ മൊത്തത്തിൽ ആകെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അമേരിക്ക ഉപരോധം നീക്കുന്നതോടെ 2 മാസത്തെ നാവിക ഉപരോധത്തിന് ശേഷം ഇറാനിയൻ എണ്ണ ടാങ്കറുകൾ ഹോർമുസ് കടലിടുക്കിൽ നിന്നും അന്താരാഷ്ട്ര വിപണിയിലേക്ക് വീണ്ടും നീങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട്. അമേരിക്കയും ഇറാനും സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരയിലേക്ക്, അതായത് $80 താഴേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എണ്ണ വ്യാപാരം സുഗമമാക്കുന്നതിനൊപ്പം വിവിധ വിദേശ ബാങ്കുകളിലായിട്ട് അമേരിക്ക മരവിപ്പിച്ച് നിർത്തിയിരുന്ന ഇറാന്റെ $24 ബില്യൺ ഭീമമായിട്ടുള്ള ആസ്തികൾ തിരികെ നൽകാനും ധാരണയായിട്ടുണ്ട്. അമേരിക്ക നൽകുന്ന ഇളവുകൾ തുടരണമെങ്കിൽ തങ്ങൾ ഇനിമേൽ അല്ലെങ്കിൽ ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന കടുത്ത ഉറപ്പും അന്താരാഷ്ട്ര കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും ഇറാൻ പാലിക്കേണ്ടതുണ്ട്. അതും പറയുന്നുണ്ട്. ആഗോള എണ്ണ വിതരണത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് യുദ്ധത്തെ തുടർന്ന് മാസങ്ങളായിട്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു. കപ്പൽ ഗതാഗതം പുനരാരംഭിക്കാൻ ഇത് പൂർണ്ണമായിട്ടും തുറന്നു നൽകാൻ തീരുമാനമായിരുന്നു. മേഖലയിലെ കടുത്ത സുരക്ഷാ ഭീഷണികളും കടൽ ബോംബുകളും കാരണം ഇന്ത്യയുടെ 13 വാണിജ്യ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇവയിൽ ക്രൂഡ് ഓയിൽ, കെമിക്കൽ ടാങ്കറുകൾ ഉൾപ്പെടുന്നുണ്ട്. എന്തായാലും ഈ കപ്പലുകളുമായിട്ട് കുടുങ്ങിക്കിടക്കുന്ന 300-ലധികം ഇന്ത്യൻ നാവികരെ സുരക്ഷിതമായിട്ട് ഒമാൻ ഉൾക്കടലിലേക്ക് എത്തിക്കാനുള്ള അടിയന്തര പ്രത്യേക ദൗത്യം ഇന്ത്യൻ കപ്പൽ ഗതാഗത മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ പറയേണ്ടത് US-ഇറാൻ പ്രാഥമിക ധാരണകൾക്ക് പിന്നാലെ ഖത്തറിൽ നിന്നും UAE-യിൽ നിന്നും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ധനവുമായിട്ട് പോയ 13 LNG കപ്പലുകൾ വിജയകരമായിട്ട് കടലിടുക്ക് മുറിച്ചു കടന്നു എന്നുള്ളതാണ്. ലബനാനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾ വെല്ലുവിളിയായി ഉയർന്നെങ്കിലും US-ഇറാൻ സമാധാന കരാറിലൂടെ പശ്ചിമേഷ്യയിൽ എത്രയും വേഗം ശാന്തി കൈവരുമെന്ന പ്രതീക്ഷയിലാണ് അന്താരാഷ്ട്ര സമൂഹമുള്ളത്. US-ഉം ഇറാനും തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള സമാധാന കരാറിന് തൊട്ടു മുമ്പ് ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം മേഖലയിൽ വലിയ നയതന്ത്ര അനിശ്ചിതത്വമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മാസങ്ങളായിട്ട് തുടരുന്ന സംഘർഷങ്ങൾക്ക് വിരാമമിട്ട് സമാധാനം കൊണ്ടുവരാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് ഈ ഒരു സൈനിക നീക്കം കനത്ത തിരിച്ചടിയായിട്ട് മാറുകയാണ്. എന്തായാലും ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള പരസ്യമായിട്ടുള്ള ഭിന്നത പശ്ചിമേഷ്യയിലെ US സഖ്യത്തിന്റെ ഭാവി നിലപാടുകളിൽ നിർണായക മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. മേഖലയിലെ സമാധാനം തകർന്ന പക്ഷം അത് ആഗോള എണ്ണ വിപണിയും ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തെയും വീണ്ടും കടുത്ത പ്രതിസന്ധിയിലാക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷയും ഇന്ധനവിലയും ഈ ഒരു സമാധാന കരാറിന്റെ വിജയവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികാര നടപടികൾ ഒഴിവാക്കാനും ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനും അമേരിക്ക നടത്തുന്ന അടിയന്തര നയതന്ത്ര
ഇടപെടലുകളിലാണ് ഇനി ലോകത്തിന്റെ കണ്ണ്. വരും ദിവസങ്ങളിൽ ലെബനനിലെ സൈനിക നടപടികൾ അവസാനിപ്പിച്ച് സമാധാന ചർച്ചകളിലേക്ക് മടങ്ങാൻ ഇസ്രയേൽ തയ്യാറാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ മേഖലയുടെ യുദ്ധഭാവി എന്ന് പറയുന്നത്. യുദ്ധഭീതിയും ഉപരോധങ്ങളും പൂർണ്ണമായിട്ടും നീങ്ങി പശ്ചിമേഷ്യയിൽ ശാന്തി കൈവരുമെന്ന പ്രതീക്ഷയിലാണ് അന്താരാഷ്ട്ര സമൂഹമുള്ളത്. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു പ്രത്യാശ ഉണ്ട് എങ്കിൽ പോലും ഈ ഇസ്രയേലിന്റെ സൈനിക നടപടിയായിരിക്കും ആ ഒരു പ്രത്യാശയ്ക്ക് എതിരെ നിൽക്കുന്നത്. അതുകൊണ്ട് അത് എത്രത്തോളം യാഥാർത്ഥ്യമാകും, ആ പ്രത്യാശിക്കുന്നത് എത്രത്തോളം, അല്ലെങ്കിൽ ആ ഒരു സമാധാനം വരുമെന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട്. എന്തായാലും നെതന്യാഹു എടുക്കുന്ന ഈ ഒരു തീരുമാനത്തിനെതിരെ കടുത്ത അതൃപ്തിയുമായിട്ടാണ് ട്രംപ് വരുന്നത്. എന്തായാലും ഇരുവരും തമ്മിലുള്ള ഒരു ഭിന്നത രൂപപ്പെടുന്നതിനിടയിൽ ഇറാന്റെ IRGC എടുക്കുന്ന നിലപാടും വളരെ വ്യക്തമാണ്. IRGC പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ വീണ്ടും ഈ ഒരു യുദ്ധം തുടങ്ങും. ഇതിന് സമാധാനം ഉണ്ടാകില്ല എന്നതാണ്.